നമസ്കാരം. മറുനാടൻ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ. എന്നോടൊപ്പം ശ്രീ വി ഗോപാലകൃഷ്ണൻ IPS, AG റിട്ടയർഡ്. സ്വാഗതം സർ. വന്ദേ മാതരം. സർ, ലോകം മൊത്തം ഉറ്റുനോക്കിയ ഒരു കൂടിക്കാഴ്ചയായിരുന്നു ട്രംപും പുടിനും തമ്മിൽ അലാസ്കയിൽ വെച്ച് നടന്നത്. അതിനൊരു നേരത്തെ ട്രംപ് പറഞ്ഞത്, താൻ അധികാരത്തിലേറിയാൽ 24 മണിക്കൂർ അല്ലെങ്കിൽ 3 ദിവസത്തിനകത്ത് താൻ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കും, യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ട്രംപും പുടിനും നേരിട്ട് കാണുന്നു, ചർച്ചകൾ നടത്തുന്നു. കൃത്യമായ ഒരു ഉത്തരം അവിടെ ഒന്നും കിട്ടിയില്ല. പല ബോഡി ലാംഗ്വേജ് എക്സ്പേർട്സ് ഒക്കെ വെച്ചിട്ട് അവർ തമ്മിൽ അങ്ങനെയൊക്കെയുള്ളൊരു ഡീകോഡൊക്കെ നടന്നതല്ലാതെ നമുക്ക് കൃത്യമായ ഒരു ഉത്തരം കിട്ടിയില്ല. എങ്കിൽ പോലും സമാധാന ചർച്ചകൾ സമാധാനപരമായിരുന്നു എന്നുള്ള രീതിയിലാണ് സെലൻസ്കിയും അതുപോലെ തന്നെ അതിനുശേഷം പുടിനും എല്ലാം തന്നെ പറയുന്നത്. ഇപ്പോഴും ഒരു ഉത്തരം കിട്ടില്ല. വീണ്ടും അവിടെ ആക്രമണങ്ങൾ തുടരുന്നു. യുദ്ധസമാനമായ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ട്രംപിന്റെ വാക്കിനൊരു വിലയില്ലാതെ ആയിരിക്കുകയാണോ? ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇതിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, റിസൾട്ട് ഉണ്ടാവുമോ ഇങ്ങനെ പോയാൽ? ശരത്തെ, നമ്മൾ ടി വിയിലും പിന്നെ നമ്മൾ ഈ പത്രങ്ങളിലും ഒക്കെ കാണുന്നതല്ലാത്ത ഒരുപാട് യമണ്ടം പരിപാടികൾ ഈ ജിയോ പൊളിറ്റിക്സിൽ നടക്കുന്നുണ്ട്. എസ്പെഷ്യലി എപ്പോഴും അങ്ങനെയാണ്. പക്ഷെ നമുക്കിപ്പം നമ്മുടെ ട്രംപും പ്യൂട്ടിനും തമ്മിലുള്ള പീസ് ടോക്കിലും അതാണ് സംഭവിക്കുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ വെളിയിൽ നടക്കുകയാണ്. ഇങ്ങനെ പല പല കാരണങ്ങളുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകാത്തത്. നിങ്ങൾ ഈ പീസ് ടോക്ക്, സീസ് ഫയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേൾഡ് ഹിസ്റ്ററി എടുത്ത് നോക്കൂ. സീസ് ഫയർ എന്ന് പറയുന്നത്, സീസ് ഫയർ ഈസ് പോസിബിൾ only if one party is completely pulverized. മറ്റേ പാർട്ടി വിക്ടോറിയസ് ആയിട്ട് നിൽക്കുമ്പോഴേ സീസ് ഫയർ നടക്കുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ലേറ്റസ്റ്റ് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ സീസ് ഫയർ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇന്ത്യ വാസ് വെരി വിക്ടോറിയസ്. നമ്മുടെ രാജ്യത്ത് നമ്മൾ പൊക്കമില്ല. ഇന്ത്യ വാസ് വെരി വിക്ടോറിയസ്. പാകിസ്ഥാൻ വാസ് കംപ്ലീറ്റ്ലി ഡിവാസ്റ്റേറ്റഡ്. എന്താണ് ഇനി അടുത്ത സംഭവിക്കാൻ വേണ്ട എന്ന് വെച്ചിട്ടാണ് അവർ കെഞ്ചിയത്. അപ്പോൾ USA-ക്കും കൺസേൺ ഉണ്ടായി. മെയ് 10 വി വർ ഓൺ ദ ടോപ്പ് ഓഫ് ദ വേൾഡ്. നേരെ മറിച്ച് ഇന്ത്യക്ക് ഒരു ചെറിയ ക്ഷീണം വന്നിരുന്നെങ്കിൽ അത് പെട്ടെന്ന് നിൽക്കില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ മര്യാദ പഠിപ്പിച്ചിട്ട് എന്നാ കാര്യം എന്ന് വിചാരിച്ച് നമ്മൾ നിന്നേനെ. അപ്പം അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഈ നമ്മുടെ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വാറിൽ റഷ്യ ഈസ് ഓൺ ദ വെർജ് ഓഫ് എ ബിഗ് വിക്ടറി. സത്യം അതാണ്. ഈ കോൺഫ്ലിക്റ്റിംഗ് റിപ്പോർട്ട്സ് അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ടെങ്കിലും അതൊക്കെ ഈ വെസ്റ്റ്, നാറ്റോ, EU അവരുടെ പരിപാടികളാണ് ഈ കോൺഫ്ലിക്റ്റിംഗ് ഇതെന്ന് പറയുന്ന റിപ്പോർട്ട്സ് വരുന്നത്. നമ്മളെ കൺഫ്യൂസ് ചെയ്യാനാണ്. ഡോൺബാസ്ക്, റഷ്യയുടെ ഒരു ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഡോൺബാസ്ക് ഏരിയ അത് കംപ്ലീറ്റ് 80% കൂടുതൽ റഷ്യയുടെ കയ്യിലാണ്. പൊക്രോസ്ക് എന്ന് പറഞ്ഞ ഒരു ഏരിയയും ലീമൻ എന്ന് പറയുന്ന ഒരു രണ്ട് സ്ഥലം ഈ ഡോൺബോസ്കിൽ പെടുന്നതാണ്. അതിൻ്റെ പടിവാതിലിൽ നിൽക്കുകയാണ് റഷ്യൻ ആംഡ് ഫോഴ്സസ്. അപ്പം അതും കൂടെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഉക്രൈൻ്റെ ഓൾ സപ്ലൈ ലൈൻ കട്ടാവും. പിന്നെ ഒന്നും ചെയ്യണ്ട. ഒഡീസയിലൊന്നും പോയി കീവിലൊന്നും ബോംബിടേണ്ട കാര്യമില്ല. ഈ ഉക്രൈൻ വിൽ ബി റാറ്റിൽഡ്, ഷെയ്ക്കിങ്. ഇത് ഉക്രൈൻ്റെ പിന്നിൽ നിൽക്കുന്ന EU കൺട്രീസിന് നന്നായിട്ടറിയാം, ട്രംപിനും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പം പുടിന് അത് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഈ അവസാനം ഒന്ന് കലമടയ്ക്കുകയാണ്, ലാസ്റ്റിൽ കൊണ്ട് കലമടയ്ക്കുക. ഞങ്ങളത് പിടിച്ച് കയ്യിൽ വെക്കുന്നതിന് മുമ്പ് നിങ്ങൾ സീസ് ഫയർ. അതിനാണ് ഈ വെസ്റ്റ് പഠിച്ച പാൻറ്റോണി നോക്കിയത്. ട്രംപും വിചാരിച്ചു ഓക്കെ നടക്കണമെങ്കിൽ നടക്കട്ടെ എന്ന് അദ്ദേഹം വിചാരിച്ചു. പക്ഷെ നടന്നില്ല. പുടിൻ്റെ അടുത്ത് കളിയും നടക്കില്ലല്ലോ. അദ്ദേഹം KGB ഓഫീസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആർക്കുണ്ട്? നമ്മളിപ്പം പുടിനെ അങ്ങ് കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. സത്യമായിട്ട് എല്ലാവരും കാണണം. ഇപ്പം നമ്മളുള്ള വേൾഡ് ലീഡേഴ്സിൽ ബെഞ്ചമിൻ നെതന്യാഹു, അയാൾ യുദ്ധത്തിൽ കൂടെ വന്ന ആളാണ്.
അദ്ദേഹം ഈ പുട്ടിനും അല്ലാതെ പുട്ടിനെ ആരും കളി പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഈ വാസ് എ KGB ഏജന്റ്. പിന്നെ അപ്പോൾ അദ്ദേഹത്തിന് അറിയാം. ഈ ട്രംപ് അണ്ണനും പലരും ഒന്നും ഇവരുടെ എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ ഈ ഈ ഈ റഷ്യൻ അഡ്വൈസേഴ്സിന് എനിക്ക് തോന്നുന്നു പുട്ടിനായിരിക്കും സ്പിയർ ഹെഡ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെയല്ല. ഈവൻ മോഡിജിയുടെ ആണെങ്കിൽ പോലും നമുക്ക് അഡ്വൈസേഴ്സ് ഉണ്ട്, സ്ട്രാറ്റജിക് എക്സ്പെർട്സ് ഉണ്ട്. അവരുടെയൊക്കെ സഹായത്തോടെയാണ് ഇവിടെ അങ്ങനെയല്ല. പുട്ടിനോടെല്ലാം തീരുമാനിക്കണം. അപ്പോൾ പുട്ടിൻ ഈസ് ഓൺ ദ ടോപ്പ് ഓഫ് ദ വേൾഡ്. അപ്പോൾ പുട്ടിൻ പറയും, പുട്ടിൻ തീരുമാനിക്കും എപ്പം സീസ്ഫയർ വയ്ക്കണമെന്ന്. അപ്പോൾ പുട്ടിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പിന്നെ ഇവിടെയൊക്കെ ഒരു ജോക്ക് പറയില്ലേ, ഡേ കളി നിർത്ത്, പിന്നെ ലെഗ് ഈസ് മൈൻ, യുവർ ഐഡിയ ഈസ് ഗുഡ് ബട്ട് ലെഗ് ഈസ് മൈൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. അതേപോലെ പുട്ടിൻ പറഞ്ഞത് മനസ്സിലായി, സീസ്ഫയർ അല്ലേ, തൽക്കാലം ഞങ്ങൾ പറയും സീസ്ഫയർ എപ്പോൾ വേണമെന്ന്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു ബ്രീത്തർ വേണം. ഈ സെലൻസ്കി ഇതിനകത്തൊരു ഒരു ഭാഗമേ അല്ല. ഈസ് നോട്ട് എ പാർട്ടി, ഈസ് എ ശിഖണ്ഡി. നമ്മുടെ മഹാഭാരത യുദ്ധത്തിൽ ശിഖണ്ഡിയെ നിർത്തി യുദ്ധം ചെയ്തില്ലേ അവർ, കൃഷ്ണനും അർജുനും ഒക്കെ അഗൻസ്റ്റായിട്ട്. അതേപോലത്തെ ഒരു പരിപാടിയാണത്. ശിഖണ്ഡിയെ മുൻനിർത്തി, ശിഖണ്ഡിയായ സെലൻസ്കിയെ മുമ്പ് നിർത്തി. അയാളൊരു പിന്നെ ഒരു കൊമേഡിയനായിട്ട് നടന്ന ആളല്ലേ. അവിടെ ഒരു മര്യാദയ്ക്ക് ഒരു റഷ്യൻ സ്പീക്കിംഗ് ഒരു ലീഡർ ഉണ്ടായിരുന്നു. അയാളെ ചവിട്ടിപ്പുറത്താക്കി. അയാളുണ്ടായിരുന്നെങ്കിൽ ഈ വെസ്റ്റിൻ്റെ പരിപാടി നടക്കില്ല. അപ്പോൾ ഈ സെലൻസ്കിയെ മുമ്പ് നിർത്തി വെസ്റ്റ് കളിക്കുകയാണ്. വെസ്റ്റ് എന്ന് പറയുന്നത് ജർമ്മനിയും UK ആണ് മെയിൻ. ഫ്രാൻസ് ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ, പക്ഷേ UK ആണ് അതിൻ്റെ മെയിൻ. നമ്മൾ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് UK കുറുക്കനാണ്. UKയുടെ ഡീപ് സ്റ്റേറ്റ് MI6. ഞാൻ വീണ്ടും പറയും, ഈ സ്റ്റാമറൊക്കെ വരും പോവും. ഇപ്പം തന്നെ അദ്ദേഹം ആടി തുടങ്ങി. കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ പറഞ്ഞയക്കും എന്തോ ഓപ്പോസിഷൻ എതിർത്തെന്നോ അവർക്ക് വോട്ട് കൂടിയെന്നോ എന്നൊക്കെ കണ്ടു. അപ്പം നമ്മുടെ ഇർഷീസുനൊക്കെ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിന് വേഗം പറഞ്ഞയച്ചു. അത് കഴിഞ്ഞ് സ്റ്റാമർ വന്നു. അപ്പം അവർ വരും പോവും. ദെയർ ലീഡേഴ്സ് വിൽ കം ആൻഡ് ഗോ, കീപ് കമ്മിങ് ആൻഡ് ഗോയിങ്. പക്ഷേ അവരുടെ MI6, അമേരിക്കയുടെ CIA പോലെ, അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് പോലെ ഇവരുടെ MI6 ഇന്ത്യയുടെ കാലത്ത് ഇന്ത്യക്ക് പണിഞ്ഞതുപോലെ തന്നെ അവരിപ്പോഴും പണിഞ്ഞ് നിൽക്കുകയാണ്. പഴയ ശക്തിയൊന്നും ഇല്ലെങ്കിലും ബ്രെയിൻ ഉണ്ടല്ലോ, ബ്രെയിൻമാർക്ക് ഭയങ്കര ബ്രെയിനാണല്ലോ MI6ന്. പിന്നെ അപ്പോൾ പിന്നെ പുട്ടിൻ പറഞ്ഞു, ഐഡിയ ഈസ് ഗുഡ് ബട്ട് ലെഗ് ഈസ് മൈൻ. നിങ്ങളുടെ പരിപാടി ഒരു ബ്രീത്തർ എടുത്തിട്ട് ഈ കഴുത്തിക്കറി പിടിച്ചിരിക്കുകയാണ് പുട്ടിൻ. പിടിച്ചിട്ട് ശ്വാസം കിട്ടുന്നില്ല. സെലൻസ്കി അല്ല, ഞാൻ സെലൻസ്കി എന്ന് പറയില്ല, EUവിന്. അപ്പോൾ ഒരു സീസ്ഫയർ. അപ്പോഴേക്കും ഇവർ ആം ചെയ്യും ഉക്രൈന്. വീണ്ടും അവർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഈ സീസ്ഫയർ വയലേറ്റ് ചെയ്യും. അതാണ് അവരുടെ ഈ EUവിൻ്റെ ഉദ്ദേശം. നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 1987 അങ്ങനെ ഒരു ചെറുകിട, നമ്മുടെ ട്രംപ് ഒരു ചെറുകിട ബിസിനസ്മാനായിരുന്നു. നിങ്ങൾ ആലോചിച്ചോണം, അതിന് എന്തൊരു ദീർഘവീക്ഷണമുള്ള. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ 2-3 എപ്പിസോഡിൽ ട്രംപിനെ ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞു. പക്ഷേ അത് നമ്മുടെ രാജ്യത്തോട് ചെയ്ത അനാവശ്യം കാരണമാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. പക്ഷേ എന്നും പറഞ്ഞ് പിന്നെ ട്രംപ് പാകിസ്ഥാൻ്റെ മറ്റേ മൗലവി അല്ലല്ലോ, മൗലവി മുനീർ അല്ലല്ലോ. ട്രംപ് ഈസ് ദ പ്രസിഡന്റ് ഓഫ് USA. അപ്പോൾ ദ മോസ്റ്റ് പവർഫുൾ എക്കോണമി ഇൻ ദ വേൾഡ്, അതിൻ്റെ ഒരു ലീഡറായിട്ട് നമ്മൾ കണ്ടാൽ മതി. അല്ലാതെ നമ്മൾ ചുമ്മാ ഇരുന്നുണ്ട് നമ്മൾ ട്രംപ് ഒന്നും പ്രശ്നമില്ല, USA നമുക്ക് അങ്ങനെയല്ല. അങ്ങനത്തെ ഒരു പോക്കല്ല നമ്മുടെ സ്റ്റേറ്റ്സ്മെന്, നമ്മുടെ രാജ്യതന്ത്രജ്ഞനും ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ട്രംപ് 1987 ചെറുകിട ബിസിനസ്മാൻ ആയിരുന്നപ്പോൾ അന്ന് റൊണാൾഡ് റീഗനാണ് പിന്നെ അമേരിക്കൻ പ്രസിഡന്റ്. ഈ ലാർജർ ദാൻ ലൈഫ് എന്നുള്ളതിലോ അദ്ദേഹം അങ്ങനെ നിൽക്കുകയാണ്, അങ്ങനെ വിരാജിക്കുകയാണ്. സിനിമാ സ്റ്റാർ പോലെ, നമ്മുടെ MGR സാറിനെ പോലെ റൊണാൾഡ് റീഗൻ അങ്ങനെ വിരാജിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറുകിട ബിസിനസ്മാനായ ഇയാളെന്തിനാ ഈ അഡ്വർടൈസ്മെൻറ്റൊക്കെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, ഇയാൾക്ക് വട്ടായോ എന്നൊക്കെ റൊണാൾഡ് റീഗൻ അന്ന് വിചാരിച്ചാണ്. ട്രംപ് ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കും. നമ്മളത് ഒരിക്കലും മറക്കരുത്. എന്തോന്നറിയാം അഡ്വർടൈസ്മെൻറ്റ്? വാഷിങ്ടൺ പോസ്റ്റ്, ബോസ്റ്റൺ ഗ്ലോബ്,
ന്യൂയോർക്ക് ടൈംസ്, ഇത് പ്രമുഖ പത്രമാണ്. ഈ 3 പത്രത്തിൽ അന്നത്തെ കാലത്ത് 1987 നിങ്ങൾ ആലോചിക്കണം, മണി വാല്യൂ $1,00,000 മുടക്കി അങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു. എന്തിനാണ് റഷ്യയായിട്ട് നമ്മൾ പിന്നെ പ്രശ്നമാക്കുന്നത്? റഷ്യ നമുക്ക് ഫ്രണ്ടാക്കിക്കൂടെ? USA ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ പറഞ്ഞൊരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്ത ആളാണ് ട്രംപ്. നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ സ്വാരിങ് ഇൻ സെറമണിയുടെ അടുപ്പിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ട്രംപ് റഷ്യയുടെ സ്നേഹമാണ്, പ്രത്യേകിച്ച് പുട്ടിൻ്റെ സ്വന്തം ആളാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ ഇക്വേഷന്മാർ ചിലപ്പോൾ World War III ഉണ്ടായെന്നിരിക്കും, അത് വേറെ കാര്യം. പക്ഷേ ആസ് സച്ച് ട്രംപിന് പുട്ടിനെ ഇഷ്ടമാണ്, പ്യൂട്ടിനതറിയാം, പ്യൂട്ടിനും ട്രംപിനെ ഇഷ്ടമാണ്. ആ ഒരു സംഗതിൻ്റെ ഇടയിൽ നിൽക്കുന്നു. അപ്പോൾ ഈ EU കൺട്രീസ് ദിസ് MI6 ബ്രിട്ടൻ, ട്രംപ് ആദ്യമേ അദ്ദേഹം ഒരു ചെറിയ മിസ്റ്റേക്ക് കാണിച്ചു എന്ന് ഞാൻ പറയും എൻ്റെ ഒരു ബുദ്ധിയിൽ. എന്താണെന്ന് വെച്ചാൽ വന്ന ഉടനെ ഇയാളെടുത്ത് അറയടിച്ചു. ആരെ? സ്റ്റാമറെ. ഓർക്കുന്നുണ്ടായിരിക്കും. എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, നീ പോയി പിന്നെ റഷ്യ അങ്ങ് ഒറ്റയ്ക്ക് കാര്യം ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഒരു വിഡ്ഢിച്ചിരിയും ചിരിച്ചൊരു സ്റ്റാമർ ഇരിക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അപ്പം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എനിക്ക് തോന്നുന്നു. ഈ MI6 എല്ലാവരുടെ ചെയ്യുന്ന പോലെ സോപ്പിട്ട് ട്രംപ് അത് ശരി, നിങ്ങളൊരു പ്രധാനപ്പെട്ട പറഞ്ഞു, യു ആർ എ ബ്യൂട്ടിഫുൾ മാൻ, യു ആർ എ സ്ട്രോങ് മാൻ എന്ന് സ്റ്റാമറിൻ്റെ മൊത്തമൊക്കെ പറഞ്ഞിട്ട് ചെയ്യാനുള്ള പണി ട്രംപ് സാധാരണ ചെയ്യുന്ന പോലെ ചെയ്താൽ മതിയായിരുന്നു. അപ്പോഴേക്കും MI6 ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൾ ശരിയാവില്ല, ഈ ട്രംപ് ശരിയാവില്ല, നമുക്ക് ശരിയാവില്ല. അപ്പോൾ അങ്ങനെ ഈ MI6 ബ്രിട്ടൻ്റെ ഡീപ് സ്റ്റേറ്റും ബാച്ചും കൂടെ, പിന്നെ EUവിൽ മെജോറിറ്റി കൺട്രീസിനും ട്രംപിന് ഇഷ്ടമല്ല, ഇയാൾ ശരിയല്ല എന്നുള്ളതാണ് പല രാജ്യങ്ങളിലെ ലീഡേഴ്സ്, EUവിലെ പ്രധാനപ്പെട്ട ഈവൻ ഫ്രാൻസ് ആയിരുന്നാലും പലർക്ക് ഇങ്ങനെ ഉള്ളുകൊണ്ട് ഇഷ്ടമല്ല. പിന്നെ നിവൃത്തിയില്ല, അങ്ങനെ എലക്ട് ചെയ്തതല്ലേ, അതുകൊണ്ട് അവർ മിണ്ടായിരിക്കുന്നതാണ്. പക്ഷേ MI6 മിണ്ടായിരിക്കുന്നില്ല. അപ്പോൾ MI6 ഈ പിന്നെ MI6ഉം ആ USAയുടെ ഡീപ്പ് സ്റ്റേറ്റും നമ്മളത് പറഞ്ഞേ പറ്റൂ. നമ്മളെല്ലാ എപ്പിസോഡിലും ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ജനുവരി ഫെബ്രുവരി മാസത്തിൽ നമ്മളത് പറഞ്ഞിരുന്നു, അമേരിക്കയുടെ ഡീപ്പ് സ്റ്റേറ്റ് ഭയങ്കര അപകടമാണ്, സൂക്ഷിക്കണം, അവന്മാർ വിചാരിക്കണം നടക്കുള്ളൂ. പിന്നെ കശ്യപൊക്കെ വന്നിട്ടുണ്ട്, തുളസി ഗാബാർഡ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് വി ക്യാൻ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്ന്. പക്ഷേ ശരത്തെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ MI6ഉം ഈ USAയുടെ ഡീപ്പ് സ്റ്റേറ്റ്, അതായത് CIA ഒരു വിഭാഗം മുഴുവൻ ഞാൻ പറയില്ല, ഈ കശ്യപും തുളസി ഗാബാർഡും ഒക്കെ എപ്പോഴും പ്രോ ഇന്ത്യൻ തന്നെയാണ്. ഈ MI6ഉം ഈ CIA ഒരു വിഭാഗവും അമേരിക്കയുടെ ഡീപ്പ് സ്റ്റേറ്റ് കൂടെ ബൈഡൻ്റെ ഭരണകാലത്ത് എന്തൊക്കെ നടന്നിരുന്നോ, റഷ്യക്കെതിരായിട്ട് എന്തൊക്കെ നടന്നിരുന്നോ, ഈവൻ ഇന്ത്യക്കെതിരായിട്ട് എന്തൊക്കെ നടന്നിരുന്നോ, അതെല്ലാം ഇപ്പോഴും നിർബാധം നടന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് പോകുന്നത്. ട്രംപിനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അപ്പം ശരത്ത് ഓർക്കുന്നുണ്ടായിരിക്കും, ജൂൺ 1 2025 2 മാസം മുമ്പ് ജൂൺ 1 അതായത് ഈസ്റ്റാംബുൾ കോൺഫറൻസ്, ഈ പീസ് ടോക്ക് ഈസ്റ്റാംബുളിൽ വെച്ചൊന്ന് നടത്തിക്കളയാം, അലാസ്കയ്ക്ക് മുമ്പ് നടത്തിക്കളയാം എന്ന് പറഞ്ഞ് ട്രംപും എല്ലാം കൂടെ ഇടപെട്ട് ജൂൺ 1 മീറ്റിംഗ് വെച്ചതിൻ്റെ തലേ ദിവസമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മീറ്റിംഗ് വെച്ചതിൻ്റെ തലേ ദിവസം, ഐ ആം ഷുവർ അബൌട്ട് ഇറ്റ്. ജൂൺ 1 ഈ അറ്റാക്ക് നടന്നത്. തലേ ദിവസം ഈ ഇതിനെ അട്ടിമറിക്കാൻ വേണ്ടി, ഈ പീസ് ടോക്കിനെ അട്ടിമറിക്കാൻ വേണ്ടി ഒരിക്കലും ട്രംപ് അല്ല ചെയ്തത്. ഇത് ചെയ്തത് വീണ്ടും ഈ MI6 ട്രംപിൻ്റെ കൂടെയുള്ള ടീമിലുള്ള ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സ്, ഡീപ്പ് സ്റ്റേറ്റ്, ഇവരെല്ലാം കൂടെ ഓർക്കസ്ട്രേറ്റ് ചെയ്തതാണ്. തലേ ദിവസം സൈബീരിയയുടെ ഉള്ളിൽ കയറി ബോംബ് ചെയ്തു അവരുടെ വലിയ എയർക്രാഫ്റ്റിനെയൊക്കെ, ന്യൂക്ലിയർ സ്ട്രാറ്റജിക് ആയിട്ടുള്ള എയർക്രാഫ്റ്റ്സിനെയാണ് ഇവർ 40 എണ്ണം തകർത്തു എന്നാണ് നമ്മുടെ TV-യിലൊക്കെ അടിച്ചു വന്നത്. തെറ്റാണ്. 3 or 4 പാർഷ്യലി ഡാമേജ് ആയിപ്പോയി. അങ്ങനെ ചെയ്യാൻ, അതും ഡീപ്പ് ഇൻസൈഡ്. അത് ഓർക്കുന്നുണ്ടായിരിക്കും, മറ്റേ ട്രക്കിൽ കൊണ്ടുവന്ന് പിന്നെ അവർ ജോഡിപ്പിച്ച്
റഷ്യയെ കൂടെ കൊണ്ടുവന്ന് സൈബീരിയയുടെ അപ്പുറത്തെ മറ്റോ കൊണ്ട് നിർത്തിയിട്ട് വിട്ടു. അപ്പം ആഴ്ച പിരിഞ്ചാച്ചെന്ന് പറഞ്ഞാൽ ഇയാൾ വരില്ല, പുടിൻ വരില്ല പിന്നെ മാത്രമല്ല ഇമ്മീഡിയറ്റ് ഒരു ഒരു അടി റഷ്യയുടെ നിന്ന് വരും. ഈ രണ്ട് കാരണം പറഞ്ഞ് ഈസ്റ്റാംബുൾ കോൺഫറൻസ് നടക്കില്ല എന്ന് പറഞ്ഞ് അതാണ് ഈ സെലൻസ്കി പറഞ്ഞു ഞങ്ങൾ ഒരു വർഷമായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഒരു വർഷം പ്ലാൻ ചെയ്തില്ല. അയാൾ ചുമ്മാ വല്ലതും വിളിച്ച് പറയാം. ഇത് ഇംഗ്ലണ്ടിനെയാണ് പിന്നെ പ്യൂട്ടിന് സംശയം. ഡീപ് സ്റ്റേറ്റ്, അതായത് ട്രംപിൻ്റെ പോളിസിയെ ട്രംപ് പറയും ബ്യൂട്ടിഫുൾ മാൻ, സ്ട്രോങ്, ഐ വിൽ ഗെറ്റ് നോബൽ പ്രൈസ് ഫോർ പീസ്, I am not a war mongering man, I am a peaceful man എന്നൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ മറ്റേ ചെകിട്ടത്ത് അടി കൊടുത്തതാണ് ഈ ഡീപ് സ്റ്റേറ്റും അമേരിക്കയുടെ ഒരു ഡീപ് സ്റ്റേറ്റ് പകുതിയും പിന്നെ ഈ MI6 കൂടെ ഈ ആക്രമണം. പക്ഷേ പ്യൂട്ടിൻ വളരെ സംയമനത്തോടെ അത് ഡീൽ ചെയ്തു. പോയി, പക്ഷെ പ്യൂട്ടിൻ പോയില്ല, ഡെലിഗേഷൻ പോയി, പക്ഷെ ഒന്നും നടന്നില്ല. ഈസ്റ്റാംബുൾ കോൺഫറൻസിനെ തൊലച്ചു ഈ യൂറോപ്യൻസ്. അപ്പോൾ ഈ പിന്നെ ഇവർ സ്വപ്പം ടോപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ വാൻസ് നമ്മുടെ അലാസ്ക കോൺഫറൻസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് UK-ലാണെന്ന് പറഞ്ഞു. കാര്യം എനിക്കും ശരത്തിനും നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഈ MI6 പരിപാടി ആണെങ്കിൽ പിന്നെ അവർക്കറിഞ്ഞൂടെ. അപ്പോൾ ഇയാളെ നേരത്തെ പോയി അവിടെ പോയി സോപ്പിട്ടു, സ്റ്റാമറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ടു. എന്നിട്ടാണ് വന്നത്. ഈ ഇവരിങ്ങനെ മുറുമുറുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടാണ്. ഒന്ന് വെപ്പൺ ലോബി അവരെ പ്രൊമോട്ട് ചെയ്യുക. രണ്ട്, ഈ യൂറോപ്യൻ നേഷൻസിന് പ്രത്യേകിച്ച് UK-ക്ക് ഈ പീസ് ടോക്ക് വിജയിച്ചാൽ അത് ട്രംപും പ്യൂട്ടിനും തമ്മിലുള്ളതാണ് ചർച്ച. ഞങ്ങൾക്കൊന്നുമില്ല അവിടെ മിനറൽസ് എടുക്കാൻ സമ്മതിക്കട്ടെ. നേരത്തെ അങ്ങനെയല്ല. ബൈഡൻ ഉണ്ടെന്ന സമയത്ത് ഇവർക്കൊക്കെ EU നേഷൻസിനും വീതിച്ചൊക്കെ എടുക്കായിരുന്നു, 50-50 എന്നൊക്കെ പറയില്ല അതേപോലെ. പക്ഷെ ട്രംപ് വന്നപ്പോൾ അതൊന്നും സമ്മതിച്ചില്ല. ട്രംപ് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞു. എന്താ നിങ്ങൾക്കൊന്നും കാര്യമൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ തീർത്ത് കഴിഞ്ഞാൽ US മാത്രം ഉള്ള ഇത് ഈ മിനറൽസ്, നിങ്ങൾക്കൊന്നും യു ഹാവ് നോ റോൾ എന്ന് പറഞ്ഞ് അദ്ദേഹം ഡിസ്മിസ് ചെയ്ത്. അതാണ് കാണിച്ചു കൊടുത്തത് ഈ EU MI6 എല്ലാം കൂടെ ചേർന്ന് ഈ തിരിച്ചടിക്കുന്നത്. അപ്പം അന്ന് ആ സ്ട്രാറ്റജിക് ബോംബറെ ഇവർ കയറി തകർത്തില്ലേ ഈ ഉക്രൈൻ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ട്രംപ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. സ്റ്റാമർ എടുത്തത് മര്യാദയ്ക്ക് ഇരുന്നാണ്. എനിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഇത് അട്ടിമറിക്കും, ഇതൊന്നും സ്റ്റേറ്റ്മെൻറ്റ് വെളിയിൽ വന്നിട്ടില്ല. അപ്പോൾ ഇവന്മാർ അടങ്ങിയിരുന്നു, ബ്രിട്ടീഷുകാർ മിണ്ടാതിരുന്ന്. പിന്നെ അതിനാണ് ഇവന്മാർ ഇതേപോലത്തെ പരിപാടികൾ ഉക്രൈനെ കൊണ്ട് ഇവിടെ ചെയ്യിപ്പിക്കാൻ. ഈ ഉക്രൈനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഇതെല്ലാം ചെയ്തത് സെലൻസ്കിയോ ഉക്രൈനെ സോൾജേഴ്സോ അല്ല. ഇതെല്ലാം പിന്നെ ഇതാണ് കോൺട്രാക്ട് എടുത്ത കൊട്ടേഷൻ പാർട്ടികളാണ് ചെയ്തത്. അതൊക്കെ MI6 ആളുകളുണ്ട്. അവർ മറ്റേ ബോംബറെ അവിടെ ചെന്ന് ബോംബ് ചെയ്തതൊക്കെ ഉക്രൈനിയൻ സോൾജർ യൂണിഫൈഡാണ് അവർ പലതും ചെയ്യുന്നത്. ഇത് കൊട്ടേഷൻ പാർട്ടിയാണ് ചെയ്തത്. എന്നിട്ട് അവർ രക്ഷപ്പെട്ടു. അപ്പോൾ അതേപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് ഈ ട്രംപിൻ്റെ കൂടെയുള്ള ട്രംപിനെ അനുകൂലിക്കുന്നവർക്കും അറിയാം. അപ്പം ഇപ്പം ഈ നമ്മുടെ അലാസ്കയിൽ സംസാരിച്ചല്ലോ. അപ്പോൾ ഇവന്മാർ MI6 ബാച്ചും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ജർമ്മൻസും ഉണ്ട്. അപ്പോൾ നോക്കിയപ്പം ഇപ്പോൾ പ്യൂട്ടിനും നമ്മുടെ ട്രംപും കൂടെ പണ്ടേ ഞങ്ങൾ ചങ്ങാതിമാരാണ്, എത്ര നാളായി കണ്ടിട്ട് എന്നുള്ള രീതിയിലാണ് അവർ തമ്മിൽ സംസാരിച്ചത്. ഇടപെട്ടത് വെരി ഫ്രണ്ട്ലി. അവന്മാരതല്ല പ്രതീക്ഷിച്ചത്. ഇത് ഒരിക്കലും ഈ ചർച്ച പരാജയപ്പെടണമെന്നാണ് ഇവന്മാർ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് പകരം ഇവർ എന്തൊക്കെ സംസാരിച്ചു എന്നുള്ള ഒന്നും ആർക്കും പിടിയില്ല. മാത്രമല്ല പ്യൂട്ടിൻ പറഞ്ഞു അപ്പം നമുക്ക് നെക്സ്റ്റ് ടൈം മോസ്കോയിൽ വെച്ച് കാണാം എന്ന് പറയുന്നു. ഭയങ്കര സ്നേഹം. അപ്പോൾ ഇവർക്കത് സഹിക്കാൻ പറ്റില്ല. വീണ്ടും ഞങ്ങൾക്ക് കാര്യമൊന്നുമില്ല EUവിന്, ഇംഗ്ലണ്ടിന് MI6-നോ UK-ക്കോ ജർമ്മനിക്കോ ഒന്നും കാര്യമില്ല. അത് നമുക്ക് അനുവദിക്കാൻ ഒക്കില്ലല്ലോ. മാത്രമല്ല മെനഞ്ഞാന്ന് രാത്രി ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത്
ഇതിനൊക്കെ വലിയ ഇമ്പാക്റ്റാണ്. നിങ്ങൾ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ചോദിച്ച ആയിട്ട് ബന്ധം വരുന്ന കാര്യങ്ങളാണ് ഞാൻ അടുത്ത പറയാൻ വേണം. മെനഞ്ഞാന്ന് നടന്ന സംഭവം. മെനഞ്ഞാന്ന് പെൻറ്റഗൺ ആണോ അവരുടെ US ഇൻ്റലിജൻസ് ആണോ ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അത് 5 ഐസ് ഉണ്ട് ഇൻ്റലിജൻസ് ഷെയറിങ്. USA, കാനഡ, UK, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ഈ 5 പേര്. ഈ നമ്മുടെ പീസ് ടോക്ക് സെലൻസ്കി നമ്മുടെ പ്യൂട്ടിനുമായിട്ടുള്ള പീസ് ടോക്കിൻ്റെ ഒരു ഡീറ്റെയിൽസും ഇവർക്ക് കൊടുക്കണ്ടാന്ന്. ജസ്റ്റ് ഇമാജിൻ, USA പറയാണ് ബാക്കി 4 IS-ഉം ഇൻ്റലിജൻസും ഒക്കെ കണക്ക് തന്നെ നിങ്ങൾക്കൊന്നും തരണ്ടാന്ന് കൊടുത്തു. പിന്നെ സർക്കുലർ സംഭവം എല്ലാം ഒപ്പിടുമല്ലോ, ഒപ്പിട്ട് കൊടുത്ത് ഷെയറിംഗ് ഇല്ല, നോ ഷെയറിംഗ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീസ് ടോക്കിന് എങ്ങോട്ടാണിത് പോകണമെന്ന് ഇവന്മാർ മനസ്സിലാക്കി. ഈ UK ആണ് അതിലെ പ്രതി, ഓസ്ട്രേലിയ ഒന്നും അതിനകത്തില്ല. UK മനസ്സിലാക്കി അതിനെ ടോർപ്പിഡോ ചെയ്യാതിരിക്കുക. ടോർപ്പിഡോ ചെയ്തു, മെനഞ്ഞാന്ന് ടോർപ്പിഡോ ചെയ്തു. മെനഞ്ഞാന്ന് രാത്രി അതോ ഇന്നലെ രാത്രിയാണോ, ഇന്നലെ രാവിലെയോ മെനഞ്ഞാന്ന് രാത്രിയിലോ. ഇത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ആണ് ഈ ചർച്ച മുമ്പോട്ട് പോകുന്നത്. പ്യൂട്ടിനും പിന്നെ ട്രംപും വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നടക്കുള്ളൂ എന്ന് അവർ മനസ്സിലാക്കി. അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സൈബീരിയയിൽ കയറി, ഞാൻ പറഞ്ഞില്ല ജൂൺ 1-ാം തീയതി അറ്റാക്ക് നടത്തിയില്ലേ അവരുടെ ബോംബർ. അതിനേക്കാളും ഭയങ്കര ഒരു സംഗതി, ഓയിൽ റിഫൈനറിയും സപ്ലൈസും ഉക്രൈൻ ഡ്രോൺ, അതും ഉക്രൈനല്ല, ഇവന്മാർ തന്നെയാണ്. ജർമ്മൻസും ഈ പിന്നെ നമ്മുടെ MI6 കൂടെ ചേർന്ന് തന്നെയാണ്. അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉള്ളൂ. റഷ്യയുടെ 2 മെയിൻ ഓയിൽ സപ്ലൈ ലൈൻ കട്ട് ചെയ്തു. ഇറ്റ്സ് എ മേജർ ഇൻസിഡൻറ്റ്. ആ ബോംബർ നശിപ്പിച്ചതിനേക്കാളും വലിയൊരു സംഭവമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലോവാക്യ, പിന്നെ ഹംഗറി എന്നുള്ള രാഷ്ട്രങ്ങളുണ്ട്. അവർ റഷ്യയെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത്. അപ്പം ഈ പീസ് 18-ാം തീയതി ഓഗസ്റ്റ് 18-ാം തീയതിയോ 17-ാം തീയതി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു വാഷിങ്ടൺ വൈറ്റ് ഹൗസിൽ വെച്ചിട്ട്. അപ്പോൾ അതിൽ പല രാജ്യങ്ങളെയും വിളിച്ചിരുന്നു. EU, നാറ്റോ രാജ്യങ്ങളാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ വിളിച്ചെങ്കിലും ഏകദേശം 10 രാജ്യങ്ങൾ അതിൽ പങ്കെടുത്തില്ല. പിന്നെ ഹംഗറി, സ്ലോവാക്യ, അങ്ങനെ ഒരു 10 രാഷ്ട്രങ്ങൾ, അതായത് റഷ്യയോട് അവർ അനുഭാവം പുലർത്തുന്നവരാണ്. അവർ EUവിലൊക്കെ ഉണ്ടെങ്കിലും അവർ ഒരു ഒരു മേജർ സംഭവം ഞാൻ പോളണ്ട് അമേരിക്കയുടെ സ്വന്തം ആളായിട്ട് നിൽക്കുന്നുണ്ട്. പോളണ്ട് പോയില്ല. അത് പിന്നെ സെലൻസ്കി വിളിച്ചില്ല എന്നാണ് അവർ പറയുന്നത്. സെലൻസ്കി വിളിച്ചില്ലെങ്കിൽ ഞങ്ങളെന്തിനു പോണത്? അപ്പോൾ പോളണ്ട് പണ്ടേ റഷ്യയെ ഭയങ്കര പേടിയാണ്. അപ്പോൾ പോളണ്ട് ചെറുതായിട്ട് ചാഞ്ഞു റഷ്യയുടെ ഭാഗത്തോട്ട്. അപ്പോൾ ഈ ഒരു 10ഓളം നേഷൻസ്, അപ്പോൾ ഈ EUവിൽ തന്നെ റിഫ്റ്റ് വന്നു. ഈ MI6-ന്റെ പ്ലാനുകളൊന്നും നടക്കില്ല. റിഫ്റ്റ് വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ പങ്കെടുക്കാത്ത പ്രമുഖ കക്ഷികളും റഷ്യയുടെ ഒരു സോഫ്റ്റ് കോർണറുള്ള, അതേസമയം ജർമ്മനിയുടെ ഓയിൽ പൈപ്പ് ലൈൻ കട്ട് ചെയ്തിട്ടില്ല. ജർമ്മനി ഒരുപാട് ഓയിലും ഗ്യാസും വാങ്ങുന്നു റഷ്യ, അത് കട്ടായിട്ടില്ല. ഹംഗറിയുടെയും സ്ലോവാക്യയുടെയും മേജർ, അതായത് 10 ദിവസത്തേക്ക് റഷ്യക്ക് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഹംഗറി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിരിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിൻ്റർ വരെ, അവിടെയൊക്കെ ഇപ്പോൾ യൂറോപ്പിലെ വിൻ്റർ വരെയാണ്. നൗ ഇറ്റ്സ് ഓഗസ്റ്റ്, സെപ്റ്റംബർ തൊട്ട് തുടങ്ങുകയാണ്. മഞ്ഞും ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഞങ്ങൾക്ക് ഇത് സപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഇവിടെ ജനങ്ങൾ ഞങ്ങൾക്ക് എങ്ങനെ, അപ്പോൾ അവർക്കൊരു ഭയങ്കര ഒരു ദ്രോഹമാണ് ഇത് ചെയ്ത് ഹംഗറിക്കെതിരായിട്ട് സ്ലോവാക്യ. അപ്പോൾ സ്ലോവാക്യ ഹംഗറിയും കംപ്ലീറ്റ് ഇപ്പം റഷ്യ സപ്പോർട്ട് ചെയ്യും. അതിനെ കട്ട് ചെയ്തു. നിങ്ങൾ ആലോചിക്കുക, ഇവിടെ പീസ് ടോക്കാണ് സ്ഥലത്തെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ ഉക്രൈൻ കയറി. ഉക്രൈൻ ചെയ്യുമോ? ഉക്രൈനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഇല്ല. they don't have the capacity, they don't have the logistics, they don't have the technology. ഇത് ഈ ബ്രിട്ടനും ഫ്രാൻസും പിന്നെ എനിക്ക് തോന്നുന്നു വേറെ ഒരു കൺട്രി, എനിക്കൊരു ബലമായ സംശയമല്ല, അതൊക്കെ ലാസ്റ്റിൽ വരും. നമ്മുടെ അസർബൈജാനും ഇതിനകത്തുണ്ട്. എന്താണെന്ന് കഴിഞ്ഞാൽ അസർബൈജാനിൻ്റെ പ്രസിഡന്റിന്
സ്റ്റേക്കുള്ള ബിനാമിയൽ പേരിലുള്ള 2 ഓയിൽ റിഫൈനറി ഒരു മാസത്തിന് മുമ്പ് ഇവരുടെ റഷ്യ ഡ്രോൺ അയച്ചാണ് നശിപ്പിച്ചോളാം. ഒരു മാസം ആയിട്ടില്ല അസർബൈജാന്. അപ്പം അതിൻ്റെയും കൂടെ അത് ഇപ്പോഴല്ല അത് ചെയ്യേണ്ടത്. കാരണം ഞാൻ പീസ് ടോക്ക് നടക്കുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. അപ്പം ആ പീസ് ടോക്കിനെ തോർട്ട് ചെയ്യാനാണ്. അസർബൈജാനും ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടോ എന്ന് റഷ്യ സംശയിക്കുന്നു. അപ്പം മെനഞ്ഞാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ ഇപ്പം ഇയാളവിടെ അത് തന്നെയാണ് MI6 ഇഷ്ടം. ഇയാൾ പോരുത്, ഇയാൾ പിന്നെ ട്രംപിനെ ചീത്ത വിളിക്കണം. അപ്പം ട്രംപ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. കാര്യം ഇത് നിൽക്കുമ്പോൾ ഈ ഉക്രൈൻ ഇത് ചെയ്യാമോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് പീസ് ടോക്ക് എങ്ങോട്ട് പോകും? അപ്പോൾ പീസ് ടോക്കിൽ ഇവർ സമാധാന കരാർ ഒപ്പിടാൻ, ട്രംപിൻ്റെ സമാധാന കരാർ ഒപ്പിടാൻ EUവിന് താല്പര്യമില്ല. അത് സെലൻസ്കിയെ കൊണ്ട് ചെയ്യിക്കുന്നു. പിന്നെ നിങ്ങൾ ചോദിച്ചില്ലേ സെലൻസ്കി അവിടെ ചെല്ലുമെന്ന്? അത് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. ഇന്നലത്തെ സംഭവത്തോടെ ഓയിൽ റിഫൈനറി ബോംബ് ചെയ്തതോടെ ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞു അവൻ്റെ മുഖമേ എനിക്ക് കാണണ്ടെന്ന് പുടിൻ പറഞ്ഞാൽ നമുക്ക് അതിശയിക്കേണ്ട കാര്യമില്ല. ഇനി സെലൻസ്കിയുള്ള ചർച്ചയില്ല. സെലൻസ്കിന് മുമ്പ് വെച്ച് ഫോൺ സംസാരിച്ചു, 40 മിനിറ്റോളം സംസാരിച്ചു എന്നൊക്കെയാണ് അന്ന് വന്നത് ആ കൂടിക്കാഴ്ചക്കിടയിൽ. ആരുമായിട്ട്? ട്രംപ് പുടിനെ വിളിച്ചു. ഈ സെലൻസ്കിയായിട്ട് കൂടിക്കാഴ്ചക്കിടയിൽ ഫോണിൽ 40 മിനിറ്റ് സംസാരിച്ചു. നമുക്കറിയാം പുടിന്റെ രീതി അറിയാം. വീഡിയോ കോൺഫറൻസിങ് അങ്ങനെയുള്ള എങ്ങനെയൊന്നുമില്ല, ഫോൺ വഴിയാണ് എല്ലാ സംസാരം നമുക്കറിയാം. അപ്പോൾ അതിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടായി കാണില്ലേ? തീരുമാനം ഉണ്ടായി. എന്താണെന്നറിയാം തീരുമാനം. ശരി, അണ്ണൻ പറഞ്ഞോണ്ട് ഞാൻ ഒരു കാര്യം കേൾക്കാം. ഞങ്ങളുടെ റഷ്യൻ ഡെലിഗേഷൻ സെലൻസ്കിയെ കാണാം. ഞാൻ വരില്ല, അതിൽ പോവില്ല. ഇപ്പം അതാണ് എഗ്രി ചെയ്തത്, റഷ്യൻ ഡെലിഗേഷൻ. പിന്നെ എല്ലാ കാര്യങ്ങളും തീർന്ന ശേഷം ഈ പൊക്രോസ്കും ലിമിൻ ആ 2 ടെറിട്ടറിയും കൂടെ പിടിച്ചെടുക്കും. അപ്പോൾ ആ പിടിച്ചെടുക്കുന്ന വെപ്രാളത്തിലും കൂടെയാണ് ഉക്രൈനും ഇവരും കൂടെ അത് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇത് ആകെ പ്രശ്നമാവും. ഉക്രൈനല്ല, അവന്മാർക്കാണ് പ്രശ്നം, EUവിന് പ്രശ്നമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്താണ് EU, what these things EU has got to do here, what bloody thing they got to do in Ukraine. അവൻ്റെ അച്ഛൻ്റെ സ്ഥലമാണ് ഉക്രൈൻ. ഇതൊരു വേറൊരു രാജ്യമില്ലേ? അത് ഉക്രൈനും റഷ്യയും തമ്മിൽ തീർത്തോളും. ഇംഗ്ലണ്ടിൻ്റെ അപ്പുറത്ത് അയർലൻഡിലെ അയർലൻഡ് എന്നൊരു രാഷ്ട്രമുണ്ട്. അവിടെ മുട്ടൻ പ്രശ്നമാണ്. പിന്നെ കാത്തലിക്സും പ്രൊട്ടസ്റ്റന്റും. റഷ്യ കയറി അതിനകത്ത് ഇടപെട്ടല്ലോ. അയർലൻഡിൻ്റെ അയൽവക്കത്ത് ഇംഗ്ലണ്ടിന് ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ ഉക്രൈൻ്റെ കാര്യത്തിൽ എന്തിനാണ് ഇവന്മാർ വരുന്നത്? ഇവന്മാർ ഈ ട്രംപ്, നമ്മൾ ഇന്നത്തെ ഇതിൽ ട്രംപിനെ കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞേ പറ്റും. ട്രംപ് വന്നപ്പോഴേ പറഞ്ഞു ദിസ് ഈസ് എ യൂറോപ്യൻ വാർ, ഇറ്റ് ഈസ് നോട്ട് ആൻ അമേരിക്കൻ വാർ. സത്യമാണ് അങ്ങനെ പറഞ്ഞത്. സാർ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോഴത്തെ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് താങ്കൾ അറിഞ്ഞു കാണും ട്രംപിന്റെ ഇടപെടലിനെ കുറിച്ചാണ്. അതായത് ട്രംപ് കഴിഞ്ഞ ദിവസം അതായത് പെന്റഗണിലെ രഹസ്യാന്വേഷണ മേധാവിയായ ജെഫ്രി ക്രൂസിനെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ന്യായീകരണമായിട്ട് പറഞ്ഞത് ഇറാനിൽ US സൃഷ്ടിച്ച നഷ്ടങ്ങളുടെ കണക്ക്, അതിൽ ആശങ്കയുണ്ട്, അതിൽ തൃപ്തനല്ല, അതിൽ പ്രകോപിതനായിട്ടാണ് ഇയാളെ പുറത്താക്കിയതെന്ന് പറയുന്നത്. പക്ഷെ അതിന് എന്തെങ്കിലും തരത്തിൽ ഈ ഒരു കൂടിക്കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ പെന്റഗനെ പരാമർശിച്ചുകൊണ്ട് പറയുകയാണ്, അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാവും? തീർച്ചയായിട്ടും ബന്ധമുണ്ട്. അത് അയാൾ നമ്മുടെ ട്രംപിനെ എതിർക്കുന്ന ഡീപ് സ്റ്റേറ്റിൽ ആ ഗ്രൂപ്പിൽ പെട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു എപ്പിസോഡിൽ, സാറ ഒരു ലേഡി അവർ പറയുന്നുണ്ട് ഈ ട്രംപിന് അവിടെ തന്നെ ട്രംപിന് അഗൻസ്റ്റായിട്ട് ചിലർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. ഇപ്പം ട്രംപിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കീത്ത് കെല്ലോക്ക് എന്ന് പറഞ്ഞൊരു ജനറലുണ്ട്, ലെഫ്റ്റനന്റ് ജനറൽ, റിട്ടയർഡ് ലെഫ്റ്റനന്റ് ജനറൽ. അദ്ദേഹത്തിൻ്റെ പോളിസി അഡ്വൈസറാണ് ട്രംപിൻ്റെ. കീത്ത് കെല്ലോഗ് നമുക്ക് ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരാളാണ്, റഷ്യക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ട്രംപ് 98 അഡ്വർടൈസ്മെന്റ് കൊടുത്തില്ലേ, എന്നിട്ട് ട്രംപ് അവിടെ റഷ്യയിൽ പോയി ഒരു വിസിറ്റ് നടത്തി. അന്ന് റഷ്യയും പിന്നെ US തമ്മിൽ ഭയങ്കര ഉടക്കം നടക്കുകയാണ്. അപ്പോഴാണ് ട്രംപ് അങ്ങ് പോയത്, റഷ്യ വിസിറ്റ് ചെയ്യാൻ പോയത്. അങ്ങനെ ഒരു സംഭവം നടന്നു. എനിവേ കീത്ത് കെല്ലോക്ക് എന്ന് പറയുന്ന ഈ ജനറല് 21 പോയിന്റ് ഒരു പീസ് പ്ലാൻ ഉണ്ട്.
അതാണ് ട്രംപ്. അതനുസരിച്ചാണ് ഈ നമ്മുടെ പിന്നെ അലാസ്കയിലെ കോൺഫറൻസും എല്ലാം വന്നതും. അപ്പം അപ്പം ഈ പിന്നെ MI6ഉം ഈ സ്റ്റാമറും എല്ലാം കൂടെ ഓഹോ ഇവനാണ് ഇതെല്ലാം ചെയ്യിക്കണത് ഈ ട്രംപിൻ്റെ പറയുന്നത്. എന്നാൽ അയാൾക്ക് ബാക്ക് ഫയർ ചെയ്തു ഇതെല്ലാം, ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം. ഇയാൾ വിചാരിക്കുന്ന കീത്ത് കെല്ലോഗ് നടക്കുന്നതൊന്നും നടക്കുന്നില്ല. ട്രംപിന് ദേ ആർ മേക്കിംഗ് തിങ്സ് ഡിഫിക്കൽട്ട്, എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ഫോർ ട്രംപ്, ഈ MI6ഉം ഈ EU എല്ലാം കൂടെ. അപ്പോൾ അത് അങ്ങനെ ഒരു സംഗതിയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ പ്രൊവോക്കേഷൻ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം റഷ്യയെ പ്രൊവോക്ക് ചെയ്യുന്നു, ഇങ്ങനെ ഓയിൽ റിഫൈനറി ഭയങ്കര പ്രൊവോക്കേഷനാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. ജൂൺ 17 മറ്റുമാണ് ഈ നമ്മുടെ ഇത് മറ്റേ ഈ കോൺഫറൻസ് നടക്കുന്നതിന് തൊട്ട് മുമ്പോ മറ്റാണ്, അതോ 2 ദിവസം കഴിഞ്ഞിട്ട് 15 ആയിരുന്നു കോൺഫറൻസ്. 15 20 ആണ്. എനിവേ അറൗണ്ട് ദാറ്റ് ടൈം. ഇതൊന്നും നമ്മുടെ ഇവിടെ വന്നിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് ഇങ്ങനെയൊക്കെ ഈ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പ്യൂട്ടിൻ അവിടെ പോവും, അല്ലെങ്കിൽ പ്യൂട്ടിൻ ട്രംപിനെ മോസ്കോയിലോട്ട് വിളിക്കും. അതായത് കലിൻഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കലിൻഗ്രാൻഡ് ഇറ്റ്സ് എൻ ഒബ്ലാസ്റ്റ്, യൂണിയൻ ടെറിട്ടറി, റഷ്യയുടെ. പക്ഷേ നമ്മുടെ ആൻഡമാൻ പോലെ. അത് ലിത്വാനിയയുടെയും പോളണ്ടിൻ്റെയും ബോർഡറിലാണ്. ജർമ്മനിയിൽ നിന്ന് 350 കിലോമീറ്റർ മറ്റേ ഉള്ളൂ. ബട്ട് നമ്മുടെ റഷ്യയുടെ നിന്ന് 800 സംതിങ് ആണ് അങ്ങോട്ടേക്ക് ദൂരം. പക്ഷെ അത് അവരുടെ ഇതാണ്. കാലിൻഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സ്ട്രാറ്റജിക്കലി ആക്യുലസ് ഹീലാണ് റഷ്യയുടെ. ഇയാള് പിന്നെ അല്ല ക്രിസ്റ്റഫർ ഡോൺഹ്യൂം, അത് വേറൊരു ജനറൽ, അമേരിക്കയുടെ നാറ്റോയിലുള്ള ജനറൽ ക്രിസ്റ്റഫർ ഡോൺഹ്യൂം. അയാളൊരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി. ഇത് നിങ്ങളിപ്പോൾ പറഞ്ഞ ഒരാളെ പുറത്താക്കിയെന്ന് പറഞ്ഞില്ലേ, അവരൊന്നും അറിയാതെയൊന്നും ഇയാൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കില്ല. ഇപ്പോൾ മോഡിജിയുടെ കൂടെ മോഡിജി ഇങ്ങനെയൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്തിന് എഗൻസ്റ്റായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഇന്ത്യക്കകത്തു നിന്ന് തന്നെ ഭരണകക്ഷിയിൽ നിന്നോ അല്ലെങ്കിൽ ആംഡ് ഫോഴ്സിൽ നിന്നോ വന്നു കഴിഞ്ഞാൽ മോഡിജി വിൽ കട്ട് എ സോറി ഫിഗർ. ഇറ്റ് വിൽ എന്താ പറയുക, ഇന്ത്യക്ക് നാണക്കേടല്ലേ. അതേപോലെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഇത് വന്നത്. എന്താണെന്ന് പറഞ്ഞാൽ കാലിൻഗ്രാൻഡ് നമുക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് പിടിക്കാം. USA നാറ്റോയ്ക്ക് കാലിൻഗ്രാൻഡ് പിടിച്ചാൽ റഷ്യ എന്തോ ചെയ്യും എന്ന് തിരിച്ചു ചോദിച്ചിരിക്കണം. റഷ്യ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഞങ്ങൾ കാലിൻഗ്രാൻഡ് പിടിക്കുന്നു. അപ്പോൾ കാലിൻഗ്രാൻഡ് എന്ന് പറയുന്നത് ബോൾട്ടിക് സീയിൽ റഷ്യയുടെ ഫ്ലീറ്റിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ്, നേവിയുടെ ഫ്ലീറ്റിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ്, ചോക്ക് പോയിൻ്റാണ്. അയാൾ പറഞ്ഞതിൽ ചെറിയൊരു സത്യമുണ്ട്. പിടിച്ചു കഴിഞ്ഞാൽ ഐസൊലേറ്റഡ് ആയി പോകും. പിന്നെ ആൻഡമാൻസ് പോയി കഴിഞ്ഞാൽ നമ്മൾ എക്സ്പോസ്ഡ് ആവും. അപ്പം അതേപോലെ കാലിൻഗ്രാൻഡ് അത്ര പ്രധാനപ്പെട്ട ഒരു ഇതാണ്. അവിടെ ന്യൂക്ലിയർ ബോംബേഴ്സ് ഉണ്ട് റഷ്യയുടെ, പിന്നെ ഇസ്കന്ദർ മിസൈൽസ്, ഹൈപ്പർസോണിക് മിസൈൽ, ഇതെല്ലാം അവിടെ ഇട്ടിരിക്കുകയാണ്. ഭയങ്കര വെൽ ഫോർട്ടിഫൈഡ് ആണ് ഈ കാലിൻഗ്രാൻഡ്. അത് വേണമെങ്കിൽ ഞങ്ങൾ ഈസി ആയിട്ട് പിടിക്കും. ശരിയാണ്, കറക്റ്റാണ്. എടുത്ത് ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കാൻ നോക്കില്ലല്ലോ. ആരും എടുത്ത് ന്യൂക്ലിയർ ബോംബ് ആദ്യം പ്രയോഗിക്കില്ല. അതിനെ ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമ്മളെ പ്യൂട്ടിനൊരു വില ചെയ്തു. പ്യൂട്ടിൻ റോഡിൽ കൂടെ പോയ ഒരുത്തിനെ കൊണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റും അവിടുത്തെ ഏതോ പത്രത്തിൽ. അല്ല ശരിയാണ്, ഞങ്ങൾ ഹാവായി പിടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഹവായി ഐസൊലേറ്റ് 2500 3000 കിലോമീറ്റർ ദൂരെയാണ് ഹവായി അടക്കം. ഇത് ഇങ്ങനെയൊക്കെ പീസ് ടോക്ക് നടക്കുന്ന ട്രംപ് നോബൽ സമ്മാനം വാങ്ങിക്കാൻ റെഡിയായിട്ട് കോട്ട് തപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ട്രംപിൻ്റെ ക്യാമ്പിൽ നിന്ന് തന്നെ ഈ ഈ ഈ MI6 ഉമാരും എല്ലാം ചേർന്ന് ഇതിനെ തുരങ്കം വയ്ക്കുക എന്നുള്ള ഒരു പരിപാടിയിലാണ് ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്യൂട്ടിൻ വിളിക്കും? അപ്പം പ്യൂട്ടിൻ അറിയാം, എന്നാലും ട്രംപ് ഐസായിപ്പോയി. കാരണം ട്രംപിൻ്റെ കൂടെയുള്ള ജനറൽ പറയണമെങ്കിൽ ഞങ്ങൾ കാലിൻഗ്രാൻഡ് ആണെങ്കിൽ പിടിക്കും, പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ. അതൊരു ഭയങ്കര ഇഡിയോട്ടിക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല, അതൊരു ഭയങ്കര ഡിസ്പാരേജിങ് ആയിപ്പോയി ട്രംപിന്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ
നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഈ നടന്നത് കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകാത്തത്. ഈ പ്യൂട്ടിൻ്റെ ഞാൻ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതിപ്പോൾ ഒരു മാസത്തിനകത്ത് ഇത് തീരുമെന്ന് വിചാരിച്ചു. ഇത് ഒരു മാസത്തിനകത്ത് തീരില്ല. മാത്രമല്ല ഈ EU രാജ്യങ്ങളിൽ പ്യൂട്ടിൻ ആലോചിക്കുന്നത് ഇവന്മാരുമായിട്ട് ഈ പ്യൂട്ടിന് ബോളില്ലേ, നമ്മുടെ കളിക്കുന്ന ബോൾ, ഇതിനെ ഭയങ്കര ഹൈറ്റിലോട്ട് ഇട്ടിരിക്കുകയാണ് പൊക്കി. അപ്പോൾ അത് വരാൻ താമസിക്കും. അത്രയും സമയം പ്യൂട്ടിന് ബൈയിങ് ടൈമാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിലാണ് ഇന്നലെ ഇങ്ങനെ ഓയിൽ റിഫൈനറി ചെയ്തത്. ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഈസ് ബൈയിങ് ടൈം. അതായത് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത് യുവമാർക്ക് സമയം കൊടുത്ത് ഇപ്പം കയറി ഈ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇത് ശരിയാവില്ല. ഈ പൊക്രോസ്കൽ ലേമയും കൂടെ പിടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. അപ്പം അങ്ങനെ വരുമ്പം ഇവന്മാർ വേറെ വല്ലതും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇതും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പം ട്രംപിനറിയാം, ശരി, വി വിൽ വെയിറ്റ്, അയാൾ അതും കൂടെ പിടിച്ചോട്ടെ. അപ്പം ഇവന്മാർ വേറെ എന്തെങ്കിലും ഒരു ഭയങ്കര പരിപാടി ചെയ്യും. പിന്നെ കീവിലെ റഷ്യൻ എംബസി മിസൈൽ അയച്ച് താർത്താൻ തോയും. സെലൻസ്കി ഞാനാണ് ചെയ്തതെന്ന്. പിന്നെ നടക്കുമോ? വലിയ പ്രശ്നവുമില്ലേ. ഇവരതുവരെ ചെയ്യും ഈ യൂറോപ്യൻ നേഷൻസ്. അപ്പം ഇവന്മാരൊരു വലിയ തലവേദനയായി മാറിയിരിക്കുന്നു EU നേഷൻസിന്. പിന്നെ ഈ പ്യൂട്ടിൻ കണക്കാക്കുന്നത് ഇവന്മാരിങ്ങനെ നിർത്തി കഴിഞ്ഞാൽ 18 മാസം തൊട്ട് 24 മാസത്തിനകത്ത് യൂറോപ്യൻ യൂണിയനിൽ 15 ഇപ്പോഴത്തെ ഈ വാറിനെ റഷ്യ എതിർക്കുന്ന 15 ലീഡേഴ്സ് പോവും. എലക്ഷൻ വരും വിത്തിൻ 2 years. 2 years ഇല്ല. അപ്പം അതും കൂടെ വെയിറ്റ് ചെയ്യാം. ഇപ്പം ജർമ്മനി തന്നെ 2 വിഭാഗമുണ്ട്. ഒന്ന് ആംഡ് ഫോഴ്സ് നമ്മൾ അയക്കുന്നില്ല, ഉക്രൈനിലോട്ട് അയക്കുന്നില്ല, അത് റഷ്യ അനുകൂലിക്കുന്നു. ഏതൊരു വിഭാഗമുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് പ്യൂട്ടിൻ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ഞാൻ ഇപ്പോൾ ഓയിൽ റിഫൈനറി കലിംഗ്രാൻഡ് ഞങ്ങൾ പിടിക്കും. അപ്പം ഇത് ട്രംപിൻ്റെ പരിപാടിയൊന്നും ട്രംപിൻ്റെ കൂടെയുള്ള ആളുകൾ തന്നെ പാര വയ്ക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഏറ്റവും മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടത്, ഇപ്പൊ ട്രംപ് സത്യം പറഞ്ഞാൽ സമാധാനവാദി. അതായത് ട്രംപ് നോബൽ സമ്മാനം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഒരു യാഥാർത്ഥ്യമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം തന്നെ അത് ട്രൂത്ത് സോഷ്യലിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. സമാധാനം പറയുന്ന ട്രംപിന് മുമ്പിൽ എന്തും ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു സ്വാതന്ത്ര്യം കൂടെ ഉണ്ട്. കാരണം തിരിച്ച് കടുത്ത നടപടികളിലേക്ക് എന്തായാലും ട്രംപ് കടക്കില്ല എന്ന് പുടിന് നന്നായി അറിയാം. ഈ ഒരു അവസരം എന്തുകൊണ്ട് പുടിനെ മുതലാക്കിക്കൂടാ? ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുടിന് സത്യം പറഞ്ഞാൽ ഇതുപോലെ യുക്രൈനെ ഒന്ന് കീഴ്പ്പെടുത്തണമെന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യം തന്നെയാണ്. എന്തുകൊണ്ട് ആ ഒരു അവസരം മുതലാക്കുന്നില്ല എന്നൊരു സംശയം കൂടി സാധാരണക്കാർക്ക് ഉണ്ടാവുന്നുണ്ട്. അല്ല, പ്യൂട്ടിൻ അതിന് റെഡിയായി നിൽക്കുകയായിരുന്നു. അതല്ലേ വി വിൽ മീറ്റ് ഇൻ മോസ്കോ എന്ന് പറഞ്ഞത്. ശരത്ത് പറഞ്ഞ പോലെയാണ് പുടിൻ പോയത്. പിന്നെ മൂക്കിലിട്ടിടിച്ചാൽ എന്തോ ചെയ്യും? ഈ സ്റ്റാമറും മറ്റേ ജർമ്മനിയിലുള്ളവന്മാരെ നാറ്റോയിലുള്ള ഈ പാര പാർട്ടികൾ ട്രംപിന്റെ മൂക്കിലിടിച്ചാൽ എന്തോ ചെയ്യും? ട്രംപ് ബുദ്ധനാണോ? അല്ല. പക്ഷെ ഈ സമയത്തൊന്നും ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പില്ല. കാരണം ഈ ട്രംപിന്, അതായത് ട്രംപിന് പരിമിതികൾ ഉണ്ടാവില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൊബേൽ സമ്മാനം ആഗ്രഹിച്ചിരുന്ന ട്രംപ് എന്ത് ചെയ്താലും അതെല്ലാം ഇതിലേക്ക് നോബൽ സമ്മാനമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ആവുന്ന സമാധാനം. അല്ല, അതിന് പ്യൂട്ടിൻ എന്തിനാ അങ്ങനെ വിചാരിക്കണം? ട്രംപിന് നോബൽ സമ്മാനം വാങ്ങിച്ച് ഇല്ല, എടുക്കൂല. അത് ചെയ്യില്ല. പ്യൂട്ടിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര റഷ്യൻ അനുഭാവിയാണ്. മറ്റേ ഗോർബച്ചോവിനെ പോലെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ചെയ്യുന്ന അയാൾ റഷ്യൻ ട്രൂ ബ്ലൂ റഷ്യൻ ഒരു പരിപാടിയിൽ. പിന്നെ ഒരു പോയിന്റ് മിസ് ചെയ്തത്, ഈ ട്രംപിന് ഇത് അറിയാം. അതും കൂടെ കൊണ്ടാണ് ട്രംപ് ഇത് ഓക്കെ ആക്കിയത്. ഈ പിന്നെ ഇത് ഒപ്പിട്ട് കളയാം എന്ന് സെലൻസ്കിയെ വിളിച്ച് ഒപ്പിട്ട് കളയാമെന്ന് വിചാരിച്ചത്. അതായത് ഈ വാർ തുടങ്ങുന്നതിന് മുമ്പ് 2021 അമേരിക്കയുടെ GDP 6% ഗ്രോത്ത് ആയിരുന്നു. അബൌട്ട് 6%. ഇപ്പം 25. ഈ സാങ്ഷൻ എല്ലാം റഷ്യയുടെ പുറത്ത് കൊണ്ടുവന്നു. റെഡിയായി കളയും, ശരിയായി കളയുന്നു. നിങ്ങൾക്കറിയാമോ ഇപ്പം റഷ്യയുടെ എക്കണോമിക് ഗ്രോത്ത് കുറഞ്ഞു. യുക്രൈൻ വാർ തുടങ്ങിയപ്പോൾ ആദ്യം കുറഞ്ഞു, 2.1 വരെയായി. ഇപ്പം അമേരിക്കയുടെ ഈ ടാരിഫ് എല്ലാം കൊടുത്തത് USA. USA
2021 അബൌട്ട് 6% GDP ഗ്രോത്ത്. ഇന്ത്യക്ക് ഇപ്പോൾ 6+ ആണ്. ഇന്ത്യക്ക് മാത്രമേ ഉള്ളൂ ലോകത്തിൽ 6+. അപ്പോൾ 6.1 ഉണ്ടായിരുന്ന USA ഇപ്പോൾ 2024 2.1 ഗ്രോത്തേ ഉള്ളൂ. റഷ്യയുടെ ക്ലോസ് ടു 4. അപ്പൊ ഈ ബാക്ക് ഫയർ ചെയ്തില്ലേ ഈ അപ്പൊ ഇങ്ങനെയൊക്കെ പുടിൻ എന്തോ ചെയ്തു, നേരെ ബ്രിക്സ് കൺട്രീസിൻ്റെ അടുത്ത് പോയി. അവർ 10-15 പേരുണ്ട്, അവരുമായിട്ട് ബിസിനസ് ചെയ്തു. അതങ്ങ് മാറി ടാരിഫിൻ്റെ. അപ്പൊ ക്ഷീണിക്കും. ഇപ്പൊ റഷ്യയുടെ കണ്ണ് തള്ളും, ശ്വാസം മുട്ടും എന്നൊക്കെ പറഞ്ഞാണ് ഇത് ചെയ്തത്. പക്ഷെ റഷ്യ ഈസ് സിറ്റിംഗ് ഹാപ്പിലി. അപ്പൊ ഒന്നും നടക്കില്ല. 4 ക്ലോസ് ടു 4. അമേരിക്കയുടെ 2.1. ഈ സാങ്ഷൻ മുഴുവൻ റഷ്യയുടെ പുറത്തുമാണ്. അപ്പൊ ബാക്ക് ഫയർ ചെയ്തു. അപ്പൊ അതും കൂടെ കൊണ്ടിട്ടാണ് ട്രംപ് എന്നാ ഒപ്പിട്ടളയാം എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ഈ മറ്റേ ഇവര് കയറി ഇടങ്കോലിട്ട് ഇതിനെ കുളമാക്കാൻ നിൽക്കുകയാണ്. വേണമെങ്കിൽ ഒരു തേർഡ് വേൾഡ് വാർ ഇന്നുണ്ടായിരുന്നു, ഇന്ന് രാവിലെ തൊട്ട്. റഷ്യ അതിന് പകരം അസർബൈജാൻ ഇവരെയൊക്കെ കയറി ആക്രമിച്ചിരുന്നെങ്കിലോ, ഇംഗ്ലണ്ടിലേക്ക് ഒരു മിസൈൽ അയച്ചിരുന്നെങ്കിലോ വേൾഡ് വാർ ആയില്ലേ? എങ്ങനെയെങ്കിലും അതൊന്ന് അയച്ച് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാണ് യുവന്മാർ നിൽക്കണം. ഈ സെക്കൻഡ് വേൾഡ് വാറിൽ ഇങ്ങനെയാണ് സംഭവിച്ചത്. ശരത്തൊന്ന് നോക്കൂ, 2.5 വർഷത്തിന് ശേഷമാണ് അമേരിക്ക ഇറങ്ങിയത് വാറിൽ. ആദ്യം അമേരിക്ക പറഞ്ഞത് ഞങ്ങളുടെ വാറല്ല എന്ന് പറഞ്ഞു. സത്യമാണ്, അങ്ങനെ പറഞ്ഞു. റൂസ്വെൽറ്റ് പറഞ്ഞാണ് കറക്റ്റ്. പക്ഷേ ചർച്ചിലിൻ്റെ കുതന്ത്രം കാരണം ഇപ്പോൾ ചർച്ചിലിൻ്റെ പുനർജന്മമാണോ സ്റ്റാമർ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ MI6ൻ്റെ ഹെഡ് എങ്ങനെയും അമേരിക്ക വലിച്ച് ഇതിനകത്ത് ഇടുക, പുട്ടിനെ അടിച്ച് റെഡിയാക്കുക എന്നൊക്കെയാണ് ഒരു പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ നടക്കണമെന്നില്ല. ഈ കൂടിക്കാഴ്ചയും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയും ഒരു ഇതിൽ നോക്കിക്കാണുന്നുണ്ട് ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ തന്നെ. മാത്രമല്ല ഇന്ത്യ ഇപ്പോൾ ഇതിനകത്ത് തന്ത്രപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് എണ്ണയാണല്ലോ പ്രധാന വിഷയം. ഇതിനകത്ത് ബ്രസീലിൽ നിന്നടക്കം സൗദി അവിടെയൊക്കെ എണ്ണ വാങ്ങാൻ ഇന്ത്യ പ്ലാൻ ഇടുന്നത്. അപ്പോൾ കൂടുതൽ അത് വിപുലീകരിക്കുകയാണ്. ഇപ്പോൾ ട്രംപിന്റെ പ്രഷർ റഷ്യയിലേക്ക് വരുന്നത് കണ്ടിട്ടായിരിക്കും ഇന്ത്യ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അത് നമ്മൾ ഓയിൽ പർച്ചേസ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഡൈവേഴ്സിഫൈ ചെയ്തതാണ്. 14 രാജ്യങ്ങളിൽ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ $42 ഒരു ബാരലിന് $42 ഇങ്ങനെ ലേലം വിളിച്ചുകൊണ്ട് നിന്നാൽ പ്യൂട്ടിൻ ഇന്ത്യ അതല്ലേ വാങ്ങിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഉപയോഗിക്കാനല്ല, ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യാണ്. ഒരു സമയത്ത് എനിക്കാണ് കഴിഞ്ഞ വർഷമാണ് സൗദി അറേബ്യ നമ്പർ 2 ആയിപ്പോയി ഓയിൽ എക്സ്പോർട്ട്. നമ്പർ 1 ഇന്ത്യയായി. കാര്യം ഇതെല്ലാം റഷ്യൻ ഓയിലാണ്. ഇതെല്ലാം വാങ്ങിയിട്ട് ഇത് വാങ്ങണത് മൊത്തം EU ആണ്. ഈ മിനിറ്റിന് നാഴികയ്ക്ക് 40 വട്ടം ചീത്ത വിളിക്കുന്ന, പുട്ടിനെ ചീത്ത വിളിക്കുന്ന, ഇന്ത്യയെ സ്നബ് ചെയ്യുന്ന യൂറോപ്യൻ നേഷൻസും ചൈന കൺസംഷനാണ് വാങ്ങിക്കുന്നത്. ഇന്ത്യ വാങ്ങിച്ചത് എക്സ്പോർട്ട് ചെയ്യണം. അപ്പൊ അവര് പോലും ഇന്ത്യയുടെ നിന്ന് വാങ്ങിച്ചു. അതാണ് നമുക്ക് മനസ്സിലാവാത്ത ഗ്ലോബൽ പൊളിറ്റിക്സ്. ഇനി EUവിൻ്റെ കുടിലതയാണ്. ഈവൻ ആ കാര്യത്തിൽ ട്രംപിനും ഒരു ചെറിയ അബദ്ധം പറ്റി. ഈ ടാരിഫൊക്കെ എടുത്ത് ഇന്ത്യയുടെ പുറത്ത് വെച്ചതൊക്കെ അതൊക്കെ എനിക്കൊന്ന് റിവൈസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെ ഒരു സ്ട്രോങ് തോന്നുന്നു. പിന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ഡയറക്റ്റ് ആൻസർ, ഈ കരാർ സമാധാന കരാർ ഒപ്പിട്ടാൽ ഇന്ത്യക്കാണ് ഗുണം. കാരണം ഞാൻ ടാരിഫ് പോയി എന്ന് പറഞ്ഞാൽ റഷ്യ ചിലപ്പം രഹസ്യമായിട്ട് പറയുമായിരിക്കും ട്രംപിൻ്റെ അടുത്ത്, നിങ്ങൾ ഞങ്ങളുടെ നിന്ന് ഓയിൽ വാങ്ങിക്കണവരെയൊക്കെ നിങ്ങളെടുത്ത് തറയിലടിക്കാനുള്ള അതെന്തോന്ന് പരിപാടി എന്ന് ചോദിക്കുമ്പം ട്രംപെണ്ണം സമ്മതിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അത് എഗ്രി ചെയ്യും എന്ന് പറഞ്ഞാൽ അത് പിന്നെ റഷ്യ പിണക്കം തന്നെ തുല്യതല്ലേ. എൻ്റെ ആരും ഇവർ പിന്നെ ഓയിൽ കിട്ടിയില്ലെങ്കിൽ വലിയ ഇൻകം അല്ലേ, ഓയിൽ വിറ്റില്ലെങ്കിൽ പിന്നെ അവർക്ക് ജീവിക്കണ്ടേ. യുദ്ധമൊന്നും ഇല്ല, പക്ഷെ ഞങ്ങൾ ഓയിലാക്കാൻ കൊടുത്തുകൂടാ എന്ന് അതൊരു സാങ്ഷൻ അല്ലേ അമേരിക്കയുടെ. അപ്പം അവർ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് നല്ലതാണ്. വളരെയധികം അതേ മാത്രം.